ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ആർട്ട് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൂട്ടുകാർക്കായി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാജിക് ബർത്ത്ഡേ കാർഡാണ്. A4 ഷീറ്റ് എടുത്ത് നമുക്ക് ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 5x7 സെൻറ്റിമീറ്ററോട് കൂടിയ 2 പേപ്പേഴ്സ് എടുത്ത് ഒന്നിൽ കേക്കും ഒരെണ്ണത്തിൽ ഗിഫ്റ്റും ഇതേപോലെ വരച്ചു കൊടുക്കുന്നു. ബർത്ത്ഡേ തീം ആയതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചു കൊടുത്തത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം കേട്ടോ. വേണ്ടത് ഇതേപോലെ നീളത്തിലുള്ളൊരു കവറാണ്. അപ്പോൾ ആ കവറിന് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അധികം ടൈറ്റ് ആകാതെ സെല്ലോ ടേപ്പ് വെച്ച് നമുക്കതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ച ശേഷം കവറ് ഇതേപോലെ ഒന്ന് മൂവ് ചെയ്യണേ. ഇനി നമ്മൾ വരച്ചെടുത്ത കേക്കിൻ്റെ ആ ഒരു പിക്ചർ അവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് താഴ്ഭാഗത്ത് മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കവറിനെ പതിയെ മുകളിലേക്ക് മൂവ് ചെയ്യിച്ചതിന് ശേഷം അടിഭാഗത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച ഗിഫ്റ്റിൻ്റെ ആ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കവർ ഇപ്പോൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നൈസായിട്ട് മൂവ് ചെയ്യുന്ന രീതിയിലാവണം നമ്മുടെ സെറ്റിങ്സ്. ഇനി 3 പേപ്പേഴ്സും ഒരേ ക്രമത്തിൽ വരത്തക്കവണ്ണം ഇതേപോലെ ഒന്ന് വെക്കാം. കൂട്ടുകാരിത് ഉണ്ടാക്കുമ്പോൾ നടുവിൽ വെച്ചിരിക്കുന്ന പേപ്പർ കാർഡ്ബോർഡിൻ്റെ പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ കാർഡ്ബോർഡിൻ്റെ പേപ്പർ അല്ല എടുത്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നടുവിൽ കാർഡ്ബോർഡിൻ്റെ 2 പീസസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 7x7 സമചതുരത്തിൽ എഴുതിയെടുത്ത ഹാപ്പി ബർത്ത്ഡേയുടെ ആ ഒരു കാർഡ് നമ്മൾ ഇതിന് മുകളിൽ ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം. കാർഡിൻ്റെ ഡിസൈൻസൊക്കെ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കോഡ്സ് എഴുതാം, ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കുകയോ എഴുതുകയോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കൂട്ടുകാരുടെ ഇഷ്ടമാണ് കേട്ടോ. ഐസ്ക്രീം സ്റ്റിക്ക് അന്വേഷിച്ച് പോയപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാ. എങ്കിൽ അത് തന്നെ ആവട്ടെ എന്ന് കരുതി അതിന് പുറകിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 7x7 സെൻറ്റിമീറ്റർ സമചതുരത്തിൽ A4 കട്ട് ചെയ്ത് അതിലേക്ക് കട്ടിയുള്ള പേപ്പർ ഒട്ടിച്ച് അതിന് ഈ പുറകിൽ സെല്ലോ ടേപ്പ് വെച്ച് 2 സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 2 സൈഡും കൂടെ ഒട്ടിച്ചും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ റെഡിയാകും. പ്ലെയിൻ ആയിരിക്കുന്ന സ്റ്റിക്കിൻ്റെ ടിപ്പിൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി സാധാ കാർഡുകളൊന്നും വേണ്ട. കൂട്ടുകാരുടെ ബർത്ത്ഡേക്ക് അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള മാജിക് കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. മാജിക് കാർഡിൻ്റെ സ്റ്റിക്ക് വരയ്ക്കുമ്പോൾ കേക്കും ഗിഫ്റ്റും വരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.